ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി വീണ്ടും തരൂർ പ്രശ്നമുണ്ടാക്കുകയാണല്ലോ. ഇന്നലത്തെ അത്താഴ വിരുന്ന് എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? അതിനെക്കുറിച്ച് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി വളരെ വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറെ കാലമായി ശശി തരൂർ കോൺഗ്രസ് പാർട്ടിക്ക് വിരുദ്ധമായ നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കാവുന്ന മുഴുവൻ സ്ഥാനമാനങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ചൊന്നും കൂടുതലായി ലഭിക്കാനില്ല. അപ്പൊ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ശശി തരൂർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം ഈ പാർട്ടിക്കകത്ത് വരുമ്പോൾ അറിയത്തില്ലേ, ഇത് മോത്തിലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ്, ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ്, ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയാണ്, രാജീവ് ഗാന്ധിയുടെ പാർട്ടിയാണ്, സോണിയാഗാന്ധിയുടെ പാർട്ടിയാണ്, രാഹുൽ ഗാന്ധിയുടെ പാർട്ടി. ഇതൊക്കെ അറിയാതാണോ പുള്ളി ഇങ്ങോട്ട് വന്നത്? അപ്പോ ബാൻ കി മൂണിനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായി മത്സരിച്ച് പരാജയപ്പെട്ട അദ്ദേഹം ഇവിടെ വന്നപ്പോ അദ്ദേഹത്തിന് അഭയം കൊടുത്തത് സോണിയാഗാന്ധിയാണ്. എന്നിട്ട് അറിയാമല്ലോ നമ്മൾ അദ്ദേഹത്തിന് എന്തെല്ലാം സ്ഥാനം കൊടുത്തു. ഞാൻ 1968 രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ എനിക്ക് എന്നാണ് ഒരു പാർലമെന്റ് അംഗമാകാൻ പറ്റിയത്. അദ്ദേഹം പാർലമെന്റ് അംഗമായി, കേന്ദ്രമന്ത്രിയായി. ഇപ്പോഴും അദ്ദേഹത്തിന് എന്തെല്ലാം സ്ഥാനമാനങ്ങളാണ് പാർട്ടി കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതൊന്നും പോയിട്ടില്ല. ഇപ്പം പൂന്താനത്തിന് ജ്ഞാനപ്പാന പറയുന്നത് പോലെയാണ് ഇപ്പം സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നു ചിലർ. മതമത്സരം ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നത്. എത്ര കിട്ടിയാലും മതിയാവുന്നില്ല. അതാണ് 10 കെട്ടുകിൽ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രം മതിയെന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധമാകിൽ ആശ്ചര്യം. ഇങ്ങനെ ആർത്തി മൂത്ത് നടക്കുകയാണ് അയാള്. അയാൾക്കിനി എന്തോക്കെ മനസ്സിലെ ആഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്. കോൺഗ്രസിനകത്ത് നിന്നാൽ അത് പൂവണിയില്ല എന്ന് കണ്ടുകൊണ്ടാണ് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അയാള് സ്വയം പുറത്തു പോകുന്നതല്ലാതെ അയാളെ പാർട്ടി പുറത്താക്കേണ്ടതില്ല എന്ന തീരുമാനമാണ്. ഇപ്പൊ ഒരു രക്തസാക്ഷി പരിവേഷം കെട്ടി ചമഞ്ഞ് പോകാമെന്നുള്ള ധാരണ വേണ്ടെന്നുള്ളതാണ്. പക്ഷേ എത്ര നാൾ ഇത് സഹിക്കും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? അതെ ഇപ്പൊ പാർട്ടി ഭൂമിയോളം ക്ഷമിച്ചു. ഇനി ക്ഷമിക്കുന്ന കണ്ടറിയണം. കാര്യം പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മേലെ ചാഞ്ഞാൽ മുറിച്ചു തന്നെ മാറ്റണം. മുറിച്ചു മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇതിന് അമാന്തം കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇക്കാര്യത്തിൽ വൈകാതെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും ഹൈക്കമാൻഡ്. അതിന് യാതൊരു തർക്കവുമില്ല. ഇത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് തന്നെയാണല്ലോ, വൈകാതെ തീരുമാനം എടുക്കേണ്ടി വരുമെന്ന്. പക്ഷേ വൈകിപ്പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പോഴും? മഞ്ജുനാഥെ, ഇതിപ്പോ നമുക്ക് ഇതിനകത്തൊക്കെ അഭിപ്രായം പറയാനല്ലേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലയോ? അയാള് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആള്, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന തലത്തിലല്ലോ, ദേശീയ തലത്തിലാണ്. ദേശീയ തലത്തിലുള്ള നേതൃത്വം എന്തെങ്കിലും ഒന്ന് കണ്ടു കാണും. കാണാതെ ഈ അച്ചടക്ക രാഹിത്യം വെച്ച് പൊറിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകില്ലല്ലോ. ഓരോന്നിലും തരൂരിന് ഓരോ ന്യായീകരണമുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ അത്താഴ വിരുന്നിൽ പങ്കെടുത്തതിൽ അദ്ദേഹം പറയുന്ന ന്യായം വിദേശകാര്യ സമിതിയുടെ ചെയർമാൻ എന്ന രീതിയിൽ എന്നെ ക്ഷണിച്ചു, ഞാൻ പോയി എന്നാണ്. അങ്ങനെ ഓരോന്നിലും ഓരോ ന്യായമുണ്ടല്ലോ. അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മുടെ രാജ്യത്തിനൊരു പാരമ്പര്യമില്ലേ, ഒരു പൈതൃകമില്ലേ, പഴയ കാലത്തെ ചില പ്രസിഡന്റുകളില്ലേ. അപ്പോ വിദേശ രാജ്യത്തിലെ രാഷ്ട്രത്തലവന്മാർ വരുമ്പോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഇവിടെ ജനാധിപത്യം കൊണ്ടുവന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഈ രാജ്യത്തിനൊരു ഭരണഘടന കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഏതാണ്ട് 55 വർഷം തുടർച്ചയായിട്ട് ഈ രാജ്യം ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പൊ ആ കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെയൊക്കെ അല്ലേ ഇതിന് ക്ഷണിക്കുന്നത്? ശശി തരൂരാണ് ക്ഷണിക്കുന്നത്. അദ്ദേഹം പറയുന്നതിന് ഓരോന്നിനും ഓരോ കാരണം കണ്ടുപിടിക്കുകയാണ്. അതൊന്നുമല്ല. സാധാരണ രാഷ്ട്രത്തലവന്മാർ വരുമ്പോ പ്രധാനമന്ത്രി ഇൻവൈറ്റ് ചെയ്യുന്നത് അവരന്വേഷിക്കുന്ന കോൺഗ്രസ് പ്രസിഡന്റ് ആരാന്നല്ലേ, പ്രതിപക്ഷ നേതാവ് ആരാന്നല്ലേ, പ്രധാനമന്ത്രി കഴിഞ്ഞാൽ. അപ്പൊ അതൊന്നും അല്ല കാരണം. കാര്യം ശശി തരൂരിനെ കൂടുതൽ ഇക്കിളിപ്പെടുത്തുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ പുതിയ പോളിസി. അതിനോരോ അവസരങ്ങൾ ഉണ്ടായി കൊടുക്കുകയാണ് അദ്ദേഹം. മനസ്സിലായില്ലേ? അതോ ശശി തരൂരിന്റെ കഴിവ് പ്രയോജനപ്പെടുത്തുന്നു എന്നാണോ? അതല്ലല്ലോ. ആടിക്കളിയടാ കൊച്ചുരാമ, ചാടിക്കളിയടാ കൊച്ചുരാമ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ആടിക്കളിക്കാൻ പറയുമ്പോൾ ആടിക്കളിക്കുന്നു, ചാടിക്കളിക്കാൻ പറയുമ്പോൾ ചാടിക്കളിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോ അതിനപ്പുറം ഇതിനൊന്നും ഞാൻ യാതൊരു പ്രസക്തിയും കാണുന്നില്ല. ശശി തരൂര് എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസ് വിട്ടുപോയാൽ
ആ പേര് അവർക്ക് ഉപയോഗിക്കാമെന്നല്ല, വേറൊരു പ്രയോജനമില്ല. ഒരു കിളിക്കുഞ്ഞ് അദ്ദേഹത്തിനോടൊപ്പം പോകുമെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. ശരി, നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചതിന്. ശ്രീ ഷാബു പ്രസാദ്, രാജ്മോഹൻ ഉണ്ണിത്താനാണ് വളരെ ആർജവത്തോടു കൂടി തരൂരിനെതിരെ സംസാരിക്കുന്നത്. നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു. താങ്കളുടെ ഒരു പ്രതികരണം ഉണ്ണിത്താൻ പറഞ്ഞതിന്. അദ്ദേഹം ജ്ഞാനപ്പാനെയൊക്കെ ഉദ്ധരിച്ച് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് അദ്ദേഹം യാതൊരു രാഷ്ട്രീയ മോഹങ്ങളും ഇല്ലാത്ത സർവസംഘ പരിത്യാഗിയായ ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച, മഹാത്മാഗാന്ധിക്ക് ശേഷം ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച ആ ഒരു മഹാനായ രാഷ്ട്രീയ നേതാവിന്റെ ആ മഹത് വചനങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും ഞാനും ബഹുമാനിക്കുന്നുണ്ട്. രാഷ്ട്രീയ മോഹങ്ങളൊക്കെ ഇല്ല. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയ മോഹങ്ങൾ ഉണ്ടാകും. പിന്നെ ശശി തരൂര് കോൺഗ്രസിൽ നിന്ന് ചാടാൻ നിൽക്കുന്നു എന്ന് പറയുന്നു, ശരിയാണത്. അതായത് അതൊരു ബേണിംഗ് ഷിപ്പാണ് എന്ന് മനസ്സിലാക്കി ബുദ്ധിമാനായ അദ്ദേഹം അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. എത്ര പേര് കോൺഗ്രസിൽ നിന്ന് ചാടി? അതൊരു മുങ്ങുന്ന കപ്പലാണ്. അപ്പം ജീവൻ കൊതിയുള്ളവരും ഭാവിയെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളവർ അതിൽ നിന്ന് ചാടുക തന്നെ ചെയ്യും. അതിൻ്റെ അതൊരു സംശയമില്ല. അതിന് കിടന്ന് ഇങ്ങനെ നിലവിളിച്ചിട്ട് ജ്ഞാനപ്പാനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ ചാനലിൽ വന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. പാർട്ടിയിലുള്ള പ്രതീക്ഷ പാർട്ടിക്കാർക്കും പാർട്ടിയിലുള്ളവർക്കും പൊതുജനങ്ങൾക്കും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും. ശരി, രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള ചുരുക്കം ചില നേതാക്കൾ തരൂരിനെതിരെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ സംസാരിച്ചിട്ടും ഒരു കാര്യവുമില്ലല്ലോ. ഇതെല്ലാം തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ്. വർക്കിംഗ് കമ്മിറ്റിയിൽ പോലും ഇപ്പോഴും തുടരുകയാണ് തരൂർ. അപ്പോൾ ഉണ്ണിത്താനെ പോലെയുള്ളവർ വിലപിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ. മനുഷ്യ, ഞാൻ തിരിച്ചൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. അതായത് നമ്മളിപ്പോ കോൺഗ്രസിനെ പറ്റി പറയുന്നു. കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. അവരെന്തുകൊണ്ടാണ് അവരുടെ ഹൈക്കമാൻഡ് അത്തരത്തിലൊരു തീരുമാനം എടുക്കാത്തതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ തരൂരി വിമർശിക്കുന്ന, ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹം ഉണ്ടല്ലോ. അദ്ദേഹത്തിന് അത് രാജിവെച്ചിട്ട് അദ്ദേഹത്തിന് ഈ വിമർശനം ഉന്നയിച്ചൂടെ? അപ്പൊ അതിനകത്ത് കുറച്ചുകൂടെ ഒരു ശക്തി വരില്ലേ? അതായത് അത്തരം ഒരു അന്തസ്സ് ശശി തരൂരല്ലേ കാണിക്കേണ്ട അത്തരം ഒരു സന്ദർഭത്തിൽ? ഇപ്പൊ എനിക്ക് ഒരു തരത്തിൽ യോജിച്ചു പോകാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ ഉന്നതാധികാര സമിതിയിൽ ഇരുന്ന് ആ പ്രസ്ഥാനത്തെ നിരന്തരം വിമർശിക്കുന്നതിന് പകരം ആ പ്രസ്ഥാനത്തെ വിട്ടിട്ട് ആ പ്രസ്ഥാനം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങി അന്തസ്സായിട്ട് ജനങ്ങളെ നേരിടുക എന്നുള്ളതല്ലേ ജനാധിപത്യം? അങ്ങനെ എത്രയോ നേതാക്കന്മാർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവര് കളയുന്നില്ല. അവര് വിചാരിക്കുക ഉദാഹരണമായിട്ട് അല്ലല്ല അവരുടെ തന്ത്രമാണെങ്കിൽ പോകാത്തത് ഇദ്ദേഹത്തിന്റെ തന്ത്രമാണ്. അങ്ങനെയല്ല. അതപ്പോ നമ്മൾ ഈ വിമർശനം അല്ലല്ല. ശ്രീ ഷാബു പ്രസാദ്, എന്റെ ചോദ്യം ഇതാണ്. ഞാൻ ഉന്നയിക്കുന്ന വിമർശനം വളരെ ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണെങ്കിൽ, വളരെ ജെനുവിൻ ആണെങ്കിൽ എനിക്കതിനകത്തൊരു പ്രതികരണ ശേഷി കൂടി ഉണ്ടാവണം. ഇത് നിങ്ങൾ നിരന്തരമായി വിമർശിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അകത്ത് തന്നെ നിങ്ങൾ നിൽക്കുകയാണ്. അതിന്റെ ഏറ്റവും ഉന്നതാധികാര സമിതിയിൽ തന്നെ നിങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ആ പ്രസ്ഥാനത്തിന്റെ മര്യാദയ്ക്ക് അനുസരിച്ച് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പുറത്തു പോവുക. ഇത് രണ്ടും ചെയ്യാതെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കാണിക്കുന്നത് ഒരു